കല്യാണ ദിവസങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കാണാറുണ്ട്. വലിയ വലിയ മുതലാളിമാരുടെ കല്യാണത്തിലാണ് കാണുന്നത് പെൺകുട്ടികളെ ഗായകിമാരെ നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് കല്യാണങ്ങൾ അടിച്ചു പൊടിക്കുന്ന ഏത് മുതലാളിയാണെങ്കിലും നിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഏത് നിമിഷവും അള്ളാഹുവാണത് നിയന്ത്രിക്കുന്നത്. സെക്കൻഡുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നുള്ള ചിന്ത വേണം എന്റെ മുതലാളിമാരെ. വലിയ വലിയ ഗായകിമാരെ കൊണ്ടുവന്നിട്ട് നർത്തകിമാരെ കൊണ്ടുവന്നിട്ട് യാതൊരു മടിയില്ലാതെ യാതൊരു നിയന്ത്രണമില്ലാതെ ആണും പെണ്ണും പരസ്പരം കൂടിച്ചേരുന്ന രീതിയിൽ നൃത്തം വെക്കാനും പാട്ടുപാടി നൃത്തം വെച്ച് ഈ തുടങ്ങുന്ന കല്യാണങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൽ നിന്ന് സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടുന്നത്? ഈ മക്കള് കഞ്ചാവ് അടിച്ചില്ലെങ്കിലാണ് അത്ഭുതം, അടിച്ചാലല്ല. പറയാനുള്ള കാരണം തുടങ്ങുന്നത് ഹറാമിലാണ്, തുടങ്ങുന്നത് പച്ച ഹറാമിലാണ്. അള്ളാഹു വളരെ പവിത്രമാക്കി തന്ന കല്യാണം, അള്ളാഹുവിന്റെ ഹബീബ് ചര്യയാക്കി സുന്നത്താക്കി തന്ന കല്യാണം, ആ കല്യാണങ്ങളിൽ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നു വളരെ മാന്യമായി തുടങ്ങി വെച്ച കല്യാണങ്ങൾ വളരെ അലങ്കോലമാക്കുന്ന ചെറുപ്പക്കാർ മറ്റുള്ള മതങ്ങളിലില്ല. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ ഏത് മതത്തിലും ഇത്രയും നല്ല പവിത്രമായ ഒരു കല്യാണത്തെ അലങ്കോലപ്പെടുത്താറില്ല. എന്നാൽ മുസ്ലിം